ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈര്യമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. നമസ്കാരം. രാമായണം എന്ന പരമ്പര തുടരുന്നു. ഇത് ഭാഗം 108. വിവാഹ ജീവിതം. ശ്രീമദ് വാൽമീകി രാമായണം ബാലകാന്ഡം സർഗം 77. അതിൽ 19 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങൾ. ഇതോടുകൂടി ബാലകാന്ഡം തീരുകയാണ്. ഇവിടെ ശ്രീരാമാദികളുടെ വിവാഹ ജീവിതമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കെ രാജാവിന്റെ അപേക്ഷ പ്രകാരം ഭരതൻ ശത്രുഘ്നോടൊപ്പം കെ രാജ്യത്തിലേക്ക് തിരിയുന്നു. ശ്രീരാമൻ വയോധികനായ ദശരഥ മഹാരാജാവിന്റെ രാജ്യഭാരങ്ങളിൽ താല്പര്യം കാണിക്കുന്നു. അദ്ദേഹം രാജഭരണം നടത്തുന്നു. ശ്രീരാമനും സീതാദേവിയും തമ്മിലുള്ള ജീവിതമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെപ്പറ്റി വളരെ വിശദീകരിച്ച് വാൽമീകി മഹർഷി നമ്മെ ഉപദേശിക്കുന്നു. മഹാവിഷ്ണു എപ്രകാരമാണോ മഹാലക്ഷ്മിയുമായി ജീവിക്കുന്നത്, അപ്രകാരമായിരുന്നു ശ്രീരാമനും സീതാദേവിയും തമ്മിലുള്ള ജീവിതം. വളരെ രസകരമായ ഒരു ഭാഗമാണ്. 21 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങളും പിന്നീട് അതിൻ്റെ വ്യാഖ്യാനവും കേൾക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. കുമാരശ്ച മഹാത്മനഃ വീരേണ പ്രതിമാ ഭുവി കൃതധാരാ കൃതാസ്ത്രാശ്ച സധനാസു സുഹൃജ്ജനാഃ ശുശ്രൂഷമാണാ പിതരം ഭർത്തയന്തി നരർഷഭാഃ കാലേ കാലേ തു നീതിജ്ഞാ തോഷയന്തോ ഗുരും ഗുണൈഃ കസ്യചിത്വധകാലസ്യ രാജാ ദശരഥസുതം അഭിവാദയിതും പ്രാപ്തം ശ്യാമം കമലലോചനം അക്ലിഷ്ടകാരിണം ശൂരം പരസൈന്യവിമർദനം വിനയം ദേഹയോഗേന സംപ്രാപ്തമിവ സംസ്ഥിതം ഭരതം കൈകേയീ പുത്രം അബ്രവീത് രഘുസത്തമഃ അയം കേകയരാജസ്യ പുത്രോ വസതി പുത്രക ത്വാം നേതുമാഗതോ വീരാ യുധാജിന്മാതുലസ്തവ പ്രാർത്ഥിതസ്തേന ധർമാജ്ഞ മിഥിലായാമഹം തദാ ഋഷിമധ്യേ തു തസ്യ ത്വം പ്രീതിം കർത്തുമിഹാർഹസി. ശ്രുത്വാ ദശരഥസ്യ ഏതദ്ഭരതഃ കൈകയീസുതഃ അഭിവാദ്യ ഗുരും രാമം പരിഷ്വജ്യ ച ലക്ഷ്മണം ഗമനായാഭിചക്രാമ ശത്രുഘ്നസഹിതസ്തദാ ആപൃച്ഛ്യ പിതരം ശൂരോ രാമം ചാക്ലിഷ്ടകാരിണം മാതൃശ്ചാഭിനരശ്രേഷ്ഠ ശത്രുഘ്നസഹിതോ യയോ
युधाजित् प्राप्य भरतं सशत्रुघ्नं प्रहर्षितः स्वपुरं प्राविशद्वीरः पिता तस्य तुतोषः गदे च भरते रामो लक्ष्मणश्च महारथः पितरं देवसङ्काशं पूजयामस दुस्तदा पितुराज्ञा पुरस्कृत्य पौरकार्याणि सर्वशः चकार रामो धर्मात्मा प्रियाणि च हितानि च मातृभ्यो मातृकार्याणि कृत्वा परमयन्द्रितः गुरूणां गुरुकार्याणि काले कालेऽन्ववैशत एवं दशरथ प्रीतो ब्राह्मणानैगमास्तदा रामस्य शीलवृत्तेन सर्वे विषयवासिनः तेषामधियशालोके रामसत्यपराक्रमः स्वयं भूरिव भूतानां बभूव गुणवत्तरः रामस्तु सीतया सार्धं विजहार बहून् ऋतून् मनस्वी तद्गतस्तस्या नित्यं हृदि समर्पितः प्रिया तु सीता रामस्य धारा पितृकृता इति गुणा ध्रुवगुणा चापि प्रीतिर्भूयोऽभ्यवर्धत हृदयं चैव जानाति प्रीतियोगे परस्परम् तस्या च भर्ता द्विगुणं हृदये परिवर्तते अन्तर्जातमभिव्यक्तम् आख्यादिहृदयं हृदा तस्य भूयो विशेषेण मैथिली जनकात्मजा देवदाभि समारूपे सीता श्रीरिवरूपिणी तया स राजर्षिसुतोभिरामया समीयिवानुत्तमराजकन्यया अतीव रामशुशुभेदिकामया विभुश्रिया विष्णुरिवामरेश्वरः രാമായണം എന്ന പരമ്പരയിൽ ഇത് 108 ഭാഗം. വാൽമീകി രാമായണം, ബാലകാണ്ഡം, സർഗം 77, 19 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങൾ. ഇതോടുകൂടി ബാലകാണ്ഡം അവസാനിക്കുകയാണ്. ദശരഥപുത്രന്മാർ ഭാഗ്യവാന്മാർ. അവർ നിസ്തുലമായ വീര്യമുള്ളവർ, സ്വയം അറിഞ്ഞവർ, സൽഭാര്യമാരുള്ളവർ, വിശ്വാമിത്രനിൽ നിന്നും ആയുധങ്ങളെ ലഭിച്ചവർ, വമ്പിച്ച ശ്രീധരൻ ലഭിച്ചവർ, അനേകം സുഹൃദ്ജനങ്ങളുള്ളവർ. സൽപുത്രന്മാരായിരുന്നു ദശരഥ ആത്മജാൻ. പിതാവിനെ ശുശ്രൂഷിക്കുന്നതിൽ അവർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. ഗുരുവരന്മാരുടെ സൽപ്രവൃത്തിയിൽ അവരെ എന്നും സന്തോഷിപ്പിച്ചിരുന്നു. നീതിജ്ഞാനമുള്ളവരായിരുന്നു അവർ. കാലം കുറെ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇതാ രാജാ ദശരഥനെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഭരതൻ എത്തിച്ചേർന്നിരിക്കുന്നു. ജനങ്ങൾക്ക് യാതൊരു ദോഷവും ചെയ്യാത്ത ശൂരനായ, ശത്രുവിനെ മർദ്ദനം ചെയ്യുന്നവനായ, ശ്യാമള നിറം പൂണ്ട കമലലോചനായ ഭരതൻ. വിനയാന്വിതനായ ഭരതനോട് ദശരഥ മഹാരാജാവ് പറഞ്ഞു. മുൻപ് 101 ഭാഗത്തിൽ കേകയ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ പുത്രൻ
യുധാജിത്ത് എത്തിച്ചേർന്നത് ഓർമ്മിക്കുമല്ലോ. കെ രാജാവിന് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ അറിയുവാൻ താൽപ്പര്യമുണ്ട് എന്ന് മുൻപ് തന്നെ ദശരഥ മഹാരാജാവിനോട് ഈ യുധാജിത്ത് ബോധിപ്പിച്ചിരുന്നു. മഹാരാജാവ് തൻ്റെ പുത്രൻ ഭരതനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മാവൻ യുധാജിത്ത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കാത്തിരിക്കുകയാണ്. മിഥിലയിൽ വെച്ച് ഋഷിമധ്യത്തിൽ വെച്ച് നിന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഇനി മറ്റൊന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഇപ്പോൾ തന്നെ നിർവഹിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ അധ്യാത്മരാമായണത്തിൽ അല്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. അതെങ്ങനെ കേട്ടാലും. കേകയനരാധിപനാകിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടു നടം നീടിനാരവർകളും മാതുലൻ തന്നെ കണ്ട ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം. പിതാവിൻ്റെ കൽപ്പനപ്രകാരം കൈകേയി പുത്രൻ കെ രാജ്യത്തിലേക്ക് പോകുവാൻ റെഡിയായി. പിതാവിനെ തൊഴുത് രാമലക്ഷ്മണന്മാരെ ആലിംഗനം ചെയ്ത് ശത്രുഘ്ന സഹിതം യാത്ര പുറപ്പെടുവാൻ ഒരുങ്ങി. അല്ലാതെ ഭരതനെ ഒഴിവാക്കിയതല്ല ദശരഥൻ എന്നറിഞ്ഞാലും. ഭരതനിതാ ശത്രുഘ്നുമായി യാത്ര പുറപ്പെടുകയായി. രാമനോടും മാതാക്കളോടും അനുവാദം വാങ്ങിയ ശേഷം ഇതാ പുറപ്പെടുന്നു. ഭരതനെയും ശത്രുഘ്നെയും കൂട്ടി യുധാജിത്ത് ഉടനെ തന്നെ സ്വന്തം പട്ടണത്തിൽ ചെന്നു. യുധാജിത്തിൻ്റെ പിതാവും വളരെ സന്തോഷവാനായി. എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കൂ, അവർ എത്ര കണ്ട് സന്തോഷിക്കുന്നു. ഭരതശത്രുഘ്നന്മാർ ഭാര്യമാരോടൊപ്പമാണോ പോയത് എന്നറിയില്ല. ഭരതശത്രുഘ്നന്മാർ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ അസാന്നിധ്യം അറിയാതിരിക്കാൻ മഹാരഥന്മാരായ രാമലക്ഷ്മണന്മാർ ദേവസ്വരൂപിയായ പിതാവിനെ പ്രത്യേകം ഉപചരിച്ചു കൊണ്ടിരുന്നു. പിതാവിൻ്റെ ആജ്ഞയ്ക്ക് എപ്പോഴും പ്രാധാന്യം നൽകി ധർമാത്മാവായ രാമൻ രാജ്യകാര്യങ്ങളിൽ അത്യാദരവോടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് നിർവഹിച്ചുകൊണ്ടിരുന്നു. ഗുരുക്കന്മാർക്കും മാതാക്കൾക്കും പ്രത്യേക പരിഗണന നൽകിയിരുന്നു. അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് കൃത്യമായി നിർവഹിച്ചിരുന്നു. ദശരഥ മഹാരാജാവ് വയോവൃദ്ധനായിരിക്കുന്നു. രാജ്യഭാരം ഇപ്പോൾ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും രാമനിൽ നിക്ഷിപ്തം. അദ്ദേഹത്തിൻ്റെ സന്മാർഗ പ്രവൃത്തിയാൽ ദശരഥനും ബ്രാഹ്മണരും അതുപോലെ തന്നെ നഗരവാസികളും ദേശവാസികളും സന്തുഷ്ടരായി ഭവിച്ചു. ബ്രഹ്മാവിൻ്റെ സ്ഥാനമാണ് വാൽമീകി മഹർഷി രാമനിൽ ചാർത്തുന്നത്. അദ്ദേഹം അതിയശസ്വിയായി സത്യപരാക്രമിയായി എല്ലാവർക്കും മുൻപിൽ അതീവ ഗുണവാനായി വിളങ്ങി. സീതയുടെ ക്ഷേമത്തിൽ തൽപരനായ രാമൻ സീതയോടുകൂടി അവളോട് ചേർന്നവനായി ഹൃദയത്തിൽ സമർപ്പിതനായി അനേകം ഋതുക്കൾ സുഖമായി രമിച്ചു. എങ്ങനെയായിരിക്കണം ഭാര്യ-ഭർത്തൃ ബന്ധം? ഇരുവരും തമ്മിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുക, സംസാരിക്കുക, തമ്മിൽ വിനോദങ്ങളിൽ ഏർപ്പെടുക, കാണുക, രഹസ്യങ്ങൾ കൈമാറുക, ശാരീരിക ബന്ധം പുലർത്തുക, തീരുമാനങ്ങൾ ഒരുമിച്ച് കൈക്കൊള്ളുക എന്നിവയല്ലേ. സീതാരാമൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന മരുമകളായി അവൾ ഭവിച്ചു. ദശരഥന് അവളിൽ പ്രിയമായിരുന്നു. സ്വഭാവത്തിലും രൂപസൗന്ദര്യത്തിലും അത്യധികം പ്രീതിയുളവാക്കി വർത്തിച്ചിരുന്നു. പരസ്പരം പ്രീതിയോടെ വർത്തിച്ചപ്പോൾ ഒരാൾക്ക് മറ്റൊരാളുടെ മനസ്സിലെ ചിന്തകൾ പൂർണ്ണമായും അറിയുവാൻ സാധിക്കുമായിരുന്നു. സീതാപതി രാമൻ ഇരട്ടിയായി ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. രാമന്
അവളുടെ സ്നേഹം എപ്പോഴും ഹൃദയത്തിലുണ്ടായിരുന്നു. രൂപത്തിലും സൗന്ദര്യത്തിലും മഹാലക്ഷ്മിയെപ്പോലെ, ദേവസ്ത്രീകളെപ്പോലെ മിഥിലയിൽ ജനിച്ച ജനകപുത്രി സീത രാമന് അത്യധികം വിശേഷണം ഉള്ളവളായിരുന്നു. രാജശ്രീ ദശരഥപുത്രനായ രാമൻ അതിസുന്ദരിയും അതീവ സ്നേഹവുമുള്ള ആ ഉത്തമ രാജകന്യകയായ സീതയുമായി ചേർന്ന് അമരനായ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണു ഭഗവാൻ മഹാലക്ഷ്മിയോടൊപ്പം എപ്രകാരമാണോ അപ്രകാരം അത്യന്തം ശോഭയോടെ വിളങ്ങി. ഇതോടുകൂടി ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാന്ഡം അവസാനിക്കുന്നു. ഇനി അയോധ്യാകാന്ഡം. നന്ദി, നമസ്കാരം.